ഞാനൊന്ന് സ്ക്രീൻ ഷെയറിംഗിലേക്ക് പോവാണ്. സ്ക്രീൻ ഷെയറിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്ക്രീൻ പക്കയാണല്ലോ അല്ലേ? ചാറ്റ് ബോക്സിൽ ഒരു മെസ്സേജ് ഇടാമോ? ലെറ്റ്സ് സ്റ്റാർട്ട്. യെസ്, ഓക്കെ. താങ്ക് യു വെരി മച്ച്. എനിവേ, ഗുഡ് മോർണിംഗ് all Oxians. Yes, good morning. So dream and goal എന്നൊരു സ്പെഷ്യൽ സെഷനാണ്. സോ നമ്മുടെ ലീഡേഴ്സ് ആരെങ്കിലൊക്കെ കയറാതിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും എല്ലാവരെയും ഒന്ന് ഫോൺ വിളിച്ചുകൊണ്ട് ഒന്ന് കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ ബെനിഫിറ്റ് ഗ്യാരണ്ടി. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആർ യു റെഡി? എല്ലാവരും റെഡി അല്ലേ? ജസ്റ്റ് ചാറ്റ് ബോക്സ് എപ്പോഴും ലൈവ് ആയിക്കോട്ടെ കേട്ടോ. അതായത് ഈ ഒരു സെഷൻ ഒരു 100% ട്രാൻസ്ഫോർമേഷൻ ഗ്യാരണ്ടി ആണ്. ബട്ട് നമുക്ക് 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഒരു മാക്സിമം പോയാൽ 7:15 വരെ പോകാൻ സാധ്യതയുണ്ട്. അത് ആദ്യം ഞാനൊരു മുൻകരുതൽ എടുക്കുകയാണ്. ഓക്കെ, സോ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇരിക്കും, അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ലെഫ്റ്റ് ആവും. എനിവേ, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എൻ്റെ പേര് സാറ് ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ വന്നിട്ടുണ്ടാവും. ഷബീബ് എന്നാണ്. പരിചയമില്ലാത്ത കുറേ പേരുണ്ട്. സോ അവർക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. ഷബീബ് എന്നാണ് പേര്. മലപ്പുറം ജില്ലയിൽ തിരൂരാണ് സ്വദേശം. ഓക്കെ, ഡയറക്ട് സെല്ലിങ്ങിൽ ഒരു 2007 വരാൻ ഭാഗ്യമുണ്ടായി. ചെറുപ്പകാലത്തിൽ ഈ ഇൻഡസ്ട്രിയിൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഒന്നും പറയാനില്ല, പക്ഷെ കുറച്ച് കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസിന് തൽഫലമായി കുറച്ച് അച്ചീവ്മെന്റ്സ് ഒക്കെ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിവേ, ഓക്സി എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ സക്സസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഈ ഒരു സമയത്ത്, അതായത് ഏർലി മോർണിംഗ് നമ്മൾ ഏറ്റവും നേരത്തെ എണീറ്റ് 100-ലധികം ലീഡേഴ്സ് മെഡിറ്റേഷന് വേണ്ടി ലൈവ് ആയിട്ടുണ്ടായിരുന്നു. ഹൗ വാസ് ദ മെഡിറ്റേഷൻ? ഡെയിലി നമ്മൾ മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഹൗ വാസ് ദ മെഡിറ്റേഷൻ? എങ്ങനെ ഉണ്ടായിരുന്നു മെഡിറ്റേഷൻ? എന്താണ് ഫീൽ? ഒന്ന് ടൈപ്പ് ചെയ്തേക്കാമോ? മെഡിറ്റേഷൻ്റെ ഒരു ഫീൽ. അസ്ലംക്ക് ആദ്യം ഗ്രീറ്റ് അയച്ചു, സൂപ്പർ അയച്ചു. ഇറ്റ്സ് ഗുഡ് ഫീൽ. ഗ്രേറ്റ്. താങ്ക് യു ടു ഓൾ. സോ എൻ്റെ ലൈഫിന് 100% ട്രാൻസ്ഫോർമേഷനിലേക്ക് കൊണ്ടുവന്ന എന്താണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. എവിടെ നിന്ന് എവിടെ എത്തിച്ചു എന്നുള്ളത് ലൈവായിട്ട് ഇന്ന് ലാസ്റ്റ് വരെ ഇരിക്കുന്ന സമയത്ത് എന്നെ ശ്രമിക്കുന്ന എല്ലാ ലീഡേഴ്സിനും അത് വിഷ്വൽ ഇമേജ് ആയിട്ട്, ഒരു ക്ലിയർ ഇമേജ് ആയിട്ട് കാണിച്ചു തരും. താങ്ക് യു വെരി മച്ച് ടു ഓൾ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ടുഡേ ഈസ് ദ ഫസ്റ്റ് ഡേ ഓഫ് അവർ ലൈഫ്. സോ കാലിക്കപ്പായിട്ടിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്, എല്ലാവരും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള പേരുണ്ടാവും. തീർച്ചയായിട്ടും നമ്മൾ എന്ത് അറിവാണെങ്കിലും, അത് കുഞ്ഞുങ്ങളുടെ അടുത്തു നിന്നാണെന്നുണ്ടെങ്കിലും, അത് ആ ഒരു അറിവ് കിട്ടണമെങ്കിൽ നമ്മൾ കാലിക്കപ്പാവണം. നിറഞ്ഞ ബോട്ടിലാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇതൊരു ബോട്ടിലാണ്, ഈ ബോട്ടിൽ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് ഒഴിക്കാൻ കഴിയൂല. അപ്പൊ കാലിക്കപ്പാണെങ്കിൽ ഒരുപാട് ഒഴിക്കാൻ പറ്റും. സോ ഗെറ്റ് റെഡി. നോട്ട്ബുക്ക് ആൻഡ് പെൻ. ഇത് സക്സസിലേക്ക്, ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഡെഫിനറ്റ്ലി നോട്ട്ബുക്ക് ആൻഡ് പെൻ ഉള്ളവരൊക്കെ ഒന്ന് ഷോ ചെയ്യാമോ? ഉള്ളവരൊക്കെ ഒന്ന് ഷോ ചെയ്യണമെങ്കിൽ ആദ്യം വീഡിയോ ഓൺ ആക്കണം. ഇഫ് യു ആർ റെഡി ടു ട്രാൻസ്ഫോം, നിങ്ങൾ ട്രാൻസ്ഫോർമേഷൻ റെഡി ആണെങ്കിൽ, അതായത് ഒരു പരിവർത്തനം, ഇന്ന് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന ഓരോ ലീഡേഴ്സിനും ഒരു സിംഗിൾ പോയിന്റെങ്കിലും ട്രാൻസ്ഫോർമേഷൻ ഡെഫിനറ്റ്ലി ഗ്യാരണ്ടി. അപ്പൊ അതിന് വീഡിയോ
ഓണാക്കി ഇരിക്കുക എന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഓണാക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഗെറ്റ് റെഡി, ഒന്ന് റെഡി ആയിട്ട് ഒന്ന് വീഡിയോ ഓണാക്കാൻ വേണ്ടി ഒന്ന് ശ്രമിക്കാം. ആരും റെഡി? യെസ്. സോ ഗോൾ സെറ്റിംഗിലേക്ക് പോവാം. ഗോൾ സെറ്റിംഗിലേക്ക് വരുന്നതിന് മുമ്പ് ഫസ്റ്റ് ഓഫ് ഓൾ ബ്ലോക്ക് ഓഫ് യുവർ ഗോൾസ്. അതായത് നമ്മളിൽ പലർക്കും ഗോൾ ഉണ്ട്. പലരും ഒരുപാട് വീഡിയോസ് കണ്ട് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നല്ല നല്ല ലീഡേഴ്സിന്റെ ട്രെയിനിങ് കിട്ടിയിട്ട് അടിപൊളിയായിട്ട് ഗോളുകളൊക്കെ സെറ്റ് ചെയ്തു. പക്ഷെ ഗോൾ ഇങ്ങോട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ അടുത്ത് എത്തുന്നുള്ളൂ. എന്തൊക്കെ ബ്ലോക്കുകളുണ്ട്, എന്തൊക്കെയാണ് ബ്ലോക്കുകൾ എന്നുള്ളത് ഒന്ന് ജസ്റ്റ് അനലൈസ് ചെയ്തിട്ട് നേരെ നമുക്ക് സെഷനിലേക്ക് ഗോൾ സെറ്റിംഗിലേക്ക് പോവാം. ഓക്കെ, സോ ഇവിടെ എന്താണ് നമ്മുടെ ബ്ലോക്ക് എന്നുള്ളത് ജസ്റ്റ് ഒറ്റ വാക്കിൽ ഒറ്റ പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് കംപ്ലൈനിങ് ആണ്. എന്നും കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുക, പ്രശ്നങ്ങളെ മാത്രം കാണുക, ബ്ലെയിമിങ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതേപോലെ ഈഗോ ആൻഡ് എക്സ്ക്യൂസസ്, ഇതിനെ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഈഗോ വെച്ചിരിക്കുന്ന മനസ്സിലേക്ക് ഒരിക്കലും ഒന്നും അട്രാക്ട് ചെയ്ത് വരികയില്ല. ദെൻ എക്സ്ക്യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം ഇന്ന് രാവിലെ എൻഡ് ചെയ്യാം, 90 ഡേയ്സ് മിഷൻ, നമുക്ക് ട്രാൻസ്ഫോർമേഷൻ വേണം, രക്ഷപ്പെടണം, ലക്ഷങ്ങൾ വാങ്ങണം, കാർ എടുക്കണം, ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. പക്ഷെ ഈ സ്വപ്നങ്ങളിലേക്ക് രാവിലെ ഒന്ന് എണീറ്റ് NTM അറ്റൻഡ് ചെയ്യൂ എന്ന് പറയുന്ന സമയത്ത് ഞാൻ കിടക്കാൻ നേരം വൈകും, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ക്യൂസസ്, ഇതേപോലെ രാവിലെ എണീക്കാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകണം, ഇതേപോലെ മീറ്റിംഗ്സിന് വിളിക്കുമ്പോൾ, ട്രെയിനിങ്സിന് വിളിക്കുമ്പോൾ എന്നും എക്സ്ക്യൂസസ്. ഒരിക്കലും ഇവിടെ സക്സസിലേക്ക് അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോൾ നമ്മളിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടും. സോ ദെൻ സോഷ്യൽ മീഡിയ എന്റർടൈൻമെന്റ്സ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു 95% ആളുകളും ഒരു 5% ആളുകൾ ഇടുന്ന വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഈ 5% ആളുകളിലേക്ക് അതിന്റെ റെമ്യൂണറേഷൻ പോകുന്നു, അവർ ഹൈലൈറ്റിലേക്ക് പോകുന്നു. അപ്പൊ നമ്മൾ നമ്മുടെ സമയം വെറുതെ ഏറ്റവും കൂടുതൽ ഇന്ന് സ്ക്രോൾ ചെയ്തിട്ടാണ് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. യെസ് ഓർ നോ? ഐ ആം റൈറ്റ് ഓർ നോട്ട്? അതായത് നമ്മുടെ സമയത്തിന്റെ ഏറ്റവും കൂടുതൽ, ചിലര് ഉറക്കത്തിനേക്കാളും കൂടുതൽ ചെലവാക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. സോ ഇത് ഞാൻ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? കാര്യം ഉണ്ടെങ്കിൽ ഇവിടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ദെൻ നെഗറ്റീവ് സർക്കിൾ. നമ്മുടെ സർക്കിളും നമ്മുടെ ലൈഫിനെ ഡിസൈൻ ചെയ്യും. തീർച്ചയായിട്ടും നമ്മൾ ഒരു 5 ഗുണ്ടകളുടെ കൂടെ ആണെങ്കിൽ 6ാമത്തെ ഗുണ്ട നമ്മളാവും. അതായത് 5 നല്ലവന്മാരുടെ കൂടെ ആണെങ്കിൽ 6ാമത്തെ നല്ലവനാവും, 5 മുക്കുവന്മാരുടെ കൂടെ ആണെങ്കിൽ 6ാമത്തെ മുക്കുവനാവും. 5 നെറ്റ്വർക്കേഴ്സിന്റെ കൂടെയാണ് നമ്മുടെ ടൈം ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ, ഏറ്റവും കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നെങ്കിൽ ഡെഫിനറ്റ്ലി വി വിൽ ബി നെറ്റ്വർക്കർ. 5 മില്യണേഴ്സിന്റെയോ 5 ബില്യണേഴ്സിന്റെയോ കൂടെയാണ് നമ്മൾ സമയം ഏറ്റവും കൂടുതൽ ചെലവാക്കുന്നതെങ്കിൽ 6ാമത്തെ മില്യണറും ബില്യണറും നമ്മളായിരിക്കും. സോ നമ്മുടെ സർക്കിള്, നെഗറ്റീവ് ആയിട്ടുള്ള സർക്കിൾ ഏറ്റവും കൂടുതൽ, ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ നോക്കിയാൽ മതി, അതിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് വരുന്ന ഗ്രൂപ്പുകളായിരിക്കും നമ്മുടെ ഓക്സിയുടെ ഗ്രൂപ്പുകൾ. പക്ഷെ അതേസമയം നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിലേക്ക് നമ്മൾ നോക്കുക, അവിടെ എന്തൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതാണ് പോസിറ്റീവ്, ഏതാണ് നെഗറ്റീവ്. സോ ആവശ്യമില്ലാത്ത സർക്കിളിൽ നിന്ന് നമ്മുടെ ലക്ഷ്യത്തിൽ എത്തുന്ന സമയം വരെ തിരിഞ്ഞു നോക്കരുത്, മുന്നോട്ട് തന്നെ സഞ്ചരിക്കുക. സോ നെഗറ്റീവ് സർക്കിൾ നമ്മുടെ ബ്ലോക്ക് ഓഫ് യുവർ മാനിഫെസ്റ്റേഷൻ എന്ന് പറയും. ദെൻ ലാക്ക് ഓഫ് ബിലീഫ്, വിശ്വാസമില്ലായ്മ. ഈ ഇൻഡസ്ട്രിയിൽ വിശ്വാസമില്ലായ്മ, കമ്പനിയിൽ ഇല്ലായ്മ, അല്ലെങ്കിൽ പ്രോഡക്റ്റിൽ ഇല്ലായ്മ, പ്ലാനിലില്ലായ്മ, ഇതിലൊക്കെ ഉപരി സ്വയം നമ്മളിലുള്ള വിശ്വാസമില്ലായ്മ നമ്മളെ എന്ത് ചെയ്യും, ഈ ഒരു വലിയ അച്ചീവ്മെന്റിലേക്ക് നമ്മൾ എത്താൻ ഒരുപാട് ബുദ്ധിമുട്ടും. സോ ലാക്ക് ഓഫ് ബിലീഫ്, ദെൻ ലാക്ക് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദിയില്ലായ്മ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തവർക്ക്, അതുപോലെ നമ്മളെ നമുക്ക് പഠിപ്പിച്ചവർക്ക്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്, ഇവരിലേക്കൊക്കെ നമ്മൾ എന്നും മെഡിറ്റേഷൻ ചെയ്യുന്ന ഓരോ സുഹൃത്തുക്കൾക്കും അറിയാം, നമ്മൾ ഓരോ ദിവസം ചെയ്യാറുള്ള മെഡിറ്റേഷനിൽ കറക്റ്റായിട്ട് അവിടെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് എന്താ? ഗ്രാറ്റിറ്റ്യൂഡാണ്, നന്ദിയാണ്. Forgiveness and gratitude. So lack of gratitude and lack of forgiveness will block your goals. Then procrastination, നീട്ടി വെക്കുന്ന സ്വഭാവം. ഇന്ന് സാർ ട്രെയിനിങ് എടുക്കോ? ഇന്ന് വേണ്ട സാർ, ഞാൻ നാളെ എടുക്കാം, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞെടുക്കാം, ഞാൻ ശരിയായിട്ടില്ല സാർ. ഇന്നൊരു മീറ്റിംഗ് എടുക്കോ? ബുദ്ധിമുട്ടാണ്. ഇന്നൊരാൾക്ക് പ്ലാൻ കൊടുക്കൂ? ബുദ്ധിമുട്ട്. ഇന്നൊന്ന് മീറ്റിങ്ങിന് വരൂ? ഇല്ല. പ്രൊക്കാസിനേഷൻ.
രാവിലെ നേരത്തെ എണീക്കൂ, നീട്ടി വെക്കുക. സോ ഇതെല്ലാം നമ്മുടെയൊക്കെ ഗോളിലേക്ക് എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്ത്? ബ്ലോക്ക് ഓഫ് യുവർ ഗോൾസ്. നമ്മുടെ ഗോളിലേക്ക് നമ്മളെ എത്തിക്കാതിരിക്കുന്നത് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ആർ യു ക്ലിയർ? ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യാം. യെസ്, യെസ്. താങ്ക് യു വെരി മച്ച് ടു ഓൾ. താങ്ക് യു. ദെൻ ഞാനിവിടെ പറഞ്ഞു കംപ്ലൈനിങ്, ബ്ലെയിമിങ്, ബിലീഫ്. അതായത് നമുക്ക് നമ്മളിൽ വിശ്വാസമുണ്ടോ ഇല്ല. നമുക്ക് ദൈവം തന്നിട്ടുള്ള ഇത്രയും വലിയ അനുഗ്രഹം, നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മൾ ആരോഗ്യവാനാണ് അല്ലെങ്കിൽ ആരോഗ്യവതിയാണ്. ഇത്രയും ഉണ്ടായിട്ടും നമ്മൾ എന്തുകൊണ്ട് വലിയ ഹൈറ്റ്സിലേക്ക് എത്തുന്നില്ല എന്ന് നമ്മളൊന്ന് സ്വയം ചിന്തിക്കണമെങ്കിൽ ഒരൊറ്റ വീഡിയോ കണ്ടാൽ മതി. ദാറ്റ് ഈസ് ദിസ് വീഡിയോ. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിക് വിജുസിക് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ട്രെയിനറാണ് ഇദ്ദേഹം. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്, അറിയുന്ന ഒരുപാട് പേരുണ്ടാവും. ഇദ്ദേഹത്തെ ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ യെസ് എന്നും അറിയാത്തവരുണ്ടെങ്കിൽ നോ എന്നും ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. സ്പീഡാക്കി തരാം, സ്പീഡാക്കാം. അറിയുന്നവരുണ്ടെങ്കിൽ യെസ്, അറിയാത്തവരുണ്ടെങ്കിൽ നോ. അങ്ങനെ അറിയുന്നവരും അറിയാത്തവരും ആരൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ. ഓക്കെ, അപ്പൊ അറിയുന്നവരും ഉണ്ട്, അറിയാത്തവരും ഉണ്ട്. ഗ്രേറ്റ്. നിക് വിജുസിക്, അദ്ദേഹത്തിന്റെ ലൈഫ് ഹിസ്റ്ററി പറയുന്നത് അദ്ദേഹം ജനിച്ച സമയത്ത് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും പറഞ്ഞു ഈ കുട്ടിയെ കൊന്നു കളയാമെന്ന് പറഞ്ഞു. പക്ഷെ ആ കുട്ടിയെ അമ്മ എടുത്ത് വളർത്താൻ തീരുമാനിച്ചു, വളർത്തി. പക്ഷെ കയ്യുമില്ല, കാലുമില്ല. ഈ ഒരു സിറ്റുവേഷനിൽ ഇത് എങ്ങനെ വളരും എന്ന് പോലും ആലോചിച്ചു. ഇന്ന് മരിക്കും, നാളെ മരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ കുട്ടി വളർന്ന് വലുതായി. പക്ഷെ സ്കൂളിൽ പോകാൻ വേണ്ടി സ്കൂളിൽ ചേരുന്ന സമയത്ത് സ്കൂളിൽ കുട്ടികൾ കളിയാക്കി അവസാനം ഈ കുട്ടി ആത്മഹത്യക്ക് തീരുമാനിക്കുകയാണ്. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരു കയറ് കെട്ടണമെങ്കിൽ കൈ വേണം. കൈയില്ലാത്തത് കാരണം പൊട്ടിക്കരഞ്ഞു പോയി. കാരണം സ്വന്തമായി ആത്മഹത്യ ചെയ്യാൻ പോലും എന്നെ കൊണ്ടാവില്ലല്ലോ എന്ന് ആലോചിച്ചു. ആ ഒരു കുട്ടിയെ പിന്നീട് അവരുടെ സ്കൂളിലെ അടിച്ചു വരുന്ന സ്ത്രീ ചെറുതായിട്ടൊന്ന് മോട്ടിവേറ്റ് ചെയ്തു. ബിക്കോസ് അവർ പറഞ്ഞു തരുള്ളൂ, നിന്റെ വാക്കുകൾക്ക് ഒരുപാട് മൂർച്ചയുണ്ട്, നിന്റെ ഈ വാക്കുകൾ വെച്ച് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്, ഡെഫിനറ്റ്ലി നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്. അതിൽ ചെക്കൻ കയറി പിടിച്ചു. ഇന്ന് ലോകം അറിയപ്പെടുന്ന ലോകത്തെ ആദ്യത്തെ 10 എടുത്താൽ ആദ്യത്തെ ഒരു 1-2 സ്ഥാനം അലങ്കരിക്കുന്ന മോട്ടിവേഷണൽ ഇന്റർനാഷണൽ ട്രെയിനർ നിക് വിജുസിക്. അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റോറി അത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയും നല്ല ശരീരം ഉണ്ടായിട്ട്, ഇത്രയും നല്ല ഫാമിലി മെമ്പേഴ്സിൽ ജനിച്ചിട്ട്, നല്ലോണം പഠിക്കാനുള്ള അവസരങ്ങൾ തന്നിട്ട് നമ്മുടെ അവസ്ഥ എന്താണ് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മൾ സ്വയം അനലൈസ് ചെയ്യാം. സോ എന്തും സാധ്യമാണ്. ഈ ഒരു ഉലകത്തില് എന്തും സാധ്യമാണ്. പക്ഷെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങണം. അവിടെ ഒരു പാഷനാണ്, അയാളുടെ പാഷനാണ്. അയാൾ ഇന്ന് ലോകത്ത് 1000-കണക്കിന് ആളുകളുടെ മുന്നിൽ നിന്നിട്ട് മോട്ടിവേഷണൽ ട്രെയിനിങ് അടിക്കുന്നത്. നമുക്ക് എന്തെല്ലാം കപ്പാസിറ്റി ദൈവം തന്നിട്ടുണ്ട്. വാട്ട് ഈസ് അവർ സിറ്റുവേഷൻ? നമ്മൾ സ്വയം ചിന്തിക്കുക. നെക്സ്റ്റ്. Here are some of the jobs that billionaires had before making their fortunes. At just 6 years old, Warren Buffett would sell sticks of gum and Coca-Cola in his neighborhood. As a teenager, Warren Buffett delivered newspapers and would wake up at 4:30 in the morning to deliver copies of the Washington Post. As a teenager, Oprah Winfrey was a grocery store clerk near her father's barbershop. At 16 years old, Jeff Bezos started his career by cooking burgers behind the grill at McDonald's in Miami, Florida. He later mentioned that he learned some important business lessons while working there. As a teenager, Elon Musk worked at his cousin's farm, tending to vegetables and shoveling grain bins. He later worked for $18 an hour cleaning out the boiler room for a lumber mill. ഓക്കെ, ഈ ഒരു വീഡിയോയില് നമ്മൾ കണ്ടത്
ലോകത്തെ നമ്പർ 1 കോടീശ്വരന്മാർ, ടോപ്പ് 10 നിൽക്കുന്ന കോടീശ്വരന്മാരുടെ ലൈഫ് സ്റ്റോറിയാണ്. എലോൺ മസ്ക് ഇന്ന് ലോകത്തെ നമ്പർ 1. അദ്ദേഹത്തിന്റെ ഫാമിലി മെമ്പറുടെ ഫാമില്, അതായത് ഫാമിലി ജോലി ചെയ്തിരുന്ന വ്യക്തി, ന്യൂസ് പേപ്പർ ബോയ് ആയിരുന്ന വാരൻ ബഫറ്റ് ഇന്ന് ലോകത്തെ 6ാമത്തെ കോടീശ്വരൻ. വാരൻ ബഫറ്റ് ലോകത്തെ ഏറ്റവും നമ്പർ 1 ഇൻവെസ്റ്റർ എന്നാണ് അദ്ദേഹത്തിന്റെ വിളിപ്പേര്. കാരണം നമ്മുടെ ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ 3 കമ്പനിയിൽ അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. സോ ആമസോണിന്റെ ഫൗണ്ടർ നമ്മൾ കണ്ടു. ഇവരുടെയൊക്കെ പ്രീവിയസ് സിറ്റുവേഷൻ ഇതായിരുന്നു. നമ്മളും ഇങ്ങനൊക്കെ തന്നെ ആവും. നമ്മുടെ ഇന്നലകളിൽ നമ്മൾ എന്തായിരുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട. പക്ഷെ നമ്മുടെ ഗോൾ, നമ്മുടെ ലക്ഷ്യം വലുതാണെങ്കിൽ, ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഓടാൻ തയ്യാറാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ ലൈഫ് വിൽ ചേഞ്ച്. പക്ഷെ അവിടുന്ന് ഒരു ബാക്കിൽ ഒരു തീ കത്തണം. ഫയർ ഉണ്ടെങ്കിൽ ഗ്യാരണ്ടി ഏത് ഉന്നതങ്ങളിലും നമുക്ക് എത്താൻ പറ്റും. ദെൻ നമുക്ക് നേരെ സെഷനിലേക്ക് വരികയാണ്. ഡ്രീം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡ്രീമിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ് APJ അബ്ദുൽ കലാം. സ്വപ്നം കാണാൻ വേണ്ടി നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം തന്ന നമ്മുടെ സ്വന്തം മുൻകാല ഇന്ത്യൻ പ്രസിഡന്റ് അല്ലെ. അദ്ദേഹം പറഞ്ഞൊരു ഫേമസ് വേർഡ് ഉണ്ടല്ലോ, നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം. അങ്ങനെയുള്ള സ്വപ്നം നമുക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളൊന്ന് സ്വയം അനലൈസ് ചെയ്യാം. സോ എന്താണ് ഡ്രീംസിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഒന്ന്, ഡിഫൈൻ യുവർ ഡ്രീം, റൈറ്റ് യുവർ ഡ്രീംസ്, പിക്ചറൈസ്, ക്രിസ്റ്റലൈസ്, വിഷ്വലൈസ് ആൻഡ് വെർബലൈസ്. ജസ്റ്റ് നമുക്കൊന്ന് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഡിഫൈൻ യുവർ ഡ്രീം. അതായത് നമുക്കൊക്കെ സ്വപ്നങ്ങളുണ്ട്. ഈ സ്വപ്നങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അത് പേഴ്സണൽ സ്വപ്നങ്ങൾ ഉണ്ടാവും, ഫാമിലി ഉണ്ടാവും, ബിസിനസ് ഉണ്ടാവും, ഇനി സൊസൈറ്റിക്ക് വേണ്ടി ഉണ്ടാവും, ഈ നാച്ചുറൽ അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിന് വേണ്ടി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പലതും ഉള്ളവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. സോ ആ സ്വപ്നങ്ങൾ ആദ്യം ഒന്ന് ഡിഫൈൻ ചെയ്യുക, ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഫൈൻഡ് ഔട്ട് ചെയ്ത ശേഷം നമ്മൾ ചെയ്യേണ്ട പണി, നെക്സ്റ്റ് റൈറ്റ് യുവർ ഡ്രീംസ്. ആദ്യം നമ്മൾ മനസ്സിൽ നിന്ന് കണ്ട് എടുക്കുക എന്തൊക്കെയാണ് നമ്മുടെ സ്വപ്നങ്ങൾ. ഈ സ്വപ്നങ്ങൾ റൈറ്റ് ഡൗൺ, നമ്മൾ എഴുതി വെക്കുക. എവിടെ എഴുതി വെക്കുക? ലിസ്റ്റ് യുവർ ഗോൾസ്. അത് പേഴ്സണൽ ആവട്ടെ, ഫാമിലി ആവട്ടെ, ബിസിനസ് ആവട്ടെ, സൊസൈറ്റി ആവട്ടെ, യൂണിവേഴ്സിൻ്റെ ആവട്ടെ, നമുക്ക് എന്തോ ആവാം. ഈ ഗോൾസ് ഒക്കെ അല്ലെങ്കിൽ ഈ സ്വപ്നങ്ങളൊക്കെ ആദ്യം എഴുതി വെക്കാം. എന്നിട്ട് നമുക്ക് ഗോളിലേക്ക് പോവാം. എന്തൊക്കെയാണ് നമ്മുടെ സ്വപ്നങ്ങൾ? അപ്പൊ നോട്ട്ബുക്കും പെന്നുള്ള ലീഡേഴ്സ്, ഇപ്പൊ എഴുതാനിരിക്കുന്ന ലീഡേഴ്സിനോട് പേഴ്സണലി പറയാനുള്ളത്, നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക, റൈറ്റ് യുവർ ഡ്രീംസ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? അത് നമ്മളത് മാത്രമല്ല, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെത് ഇതും കൂടി നമ്മുടെ സ്വപ്നങ്ങളാണ്. ഈ സ്വപ്നങ്ങളൊക്കെ ഇന്ന് നമ്മൾ ഒരു ബുക്ക് എടുത്ത്, ഒരു ഡ്രീം ബുക്കോ അല്ലെങ്കിൽ നോട്ട്ബുക്കോ എടുത്തിട്ട് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം തീരുമാനിക്കുക. ദെൻ പിക്ചറൈസ് യുവർ ഡ്രീംസ്. പിക്ചറൈസ് ചെയ്യുക. ആ പിക്ചറൈസ് ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. പിക്ചറൈസ് യുവർ ഡ്രീംസ്. അത് നമുക്ക് വേണമെങ്കിൽ വാൾപേപ്പർ ആക്കി സെറ്റ് ചെയ്യാം. ഇത് എൻ്റെ ഫോണാണ്, എൻ്റെ ഫോണിൻ്റെ വാൾപേപ്പറാണ് എന്ത്, എൻ്റെ കുറേ ഡ്രീംസ് ആണ്, എൻ്റെ സ്വപ്നങ്ങളാണ്. ഇതേപോലെ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ വാൾപേപ്പറിൽ എന്താണ് കിടക്കുന്നതെന്ന് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമ്മുടെ സ്വപ്നങ്ങളെ നമ്മുടെ വാൾപേപ്പറിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ സ്വപ്നങ്ങളെ വിഷൻ ബോർഡ് ആക്കി കൊണ്ടുവരാം. ഇപ്പൊ ഞാൻ ഇരിക്കുന്ന എൻ്റെ ഓഫീസിൽ ലെഫ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ വിഷൻ ബോർഡാണ്. എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ 2 സ്ഥലത്ത് വിഷൻ ബോർഡാണ്. ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. സോ വിഷൻ ബോർഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ഡ്രീം ബുക്ക്. ഡ്രീം ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്കെച്ച് ബുക്ക് കിട്ടും. നമുക്ക് ഒരു സ്കെച്ച് ബുക്ക് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ സ്കെച്ച് ബുക്ക് കിട്ടും. ആ സ്കെച്ച് ബുക്കിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഡ്രീംസും എല്ലാ സ്വപ്നങ്ങളും പിക്ചർ ആക്കിയിട്ട് അവിടെ എഴുതി ഒട്ടിച്ചു വെക്കുക. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് 1% ആളുകളെ ചെയ്യുള്ളൂ, എല്ലാവരും ഒന്നും ചെയ്യില്ല. ഇന്നിവിടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ഐ തിങ്ക് 200+ ലീഡേഴ്സ് ഉണ്ട്. 200 ലീഡേഴ്സ് ഉണ്ട്. ഈ 200 ലീഡേഴ്സ് ചെയ്യുന്നൊന്നും പറഞ്ഞില്ല, പക്ഷെ ഇതിന്റെ 1% ചെയ്യും. ഒരു 20 പേര് ഗ്യാരണ്ടി ആയിട്ടും ചെയ്യും. പക്ഷെ ആ 20 പേരുടെ ലൈഫും ട്രാൻസ്ഫോം ആവുന്നത് ബാക്കി 180 പേരും കാണേണ്ടി വരും. അപ്പോൾ 200 പേരും മാറ്റാൻ തയ്യാറായാൽ എന്താവും സ്ഥിതി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ദെൻ ക്രിസ്റ്റലൈസ് യുവർ ഡ്രീംസ്. നല്ല ക്ലാരിറ്റി വേണം. നമ്മുടെ ഡ്രീമിന് നല്ല ക്ലാരിറ്റി ഉള്ള സ്വപ്നങ്ങളാവണം നമ്മുടെ സ്വപ്നങ്ങൾ. ആ ക്ലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കാറ് എന്ന് പറഞ്ഞ സമയത്ത് അത് ഏത് ബ്രാൻഡ്, ഏത് കളറ്, ഏത് വേരിയന്റ്, എത്ര രൂപയുടെ, അത് എവിടുന്ന് കിട്ടും? ഇത് ഫുൾ പിക്ചർ നമ്മുടെ ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ളതായിരിക്കണം നമ്മുടെ കയ്യിൽ
ഈ ഡ്രീംസിനൊക്കെ വേണ്ടത്. ദെൻ ഫീൽ യുവർ ഗോൾസ് ഓൾവേസ്. ആ ഗോൾ എന്തും ആവട്ടെ, ആ ഗോള് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഫീൽ ചെയ്യുക, എൻ്റെ കയ്യിലുണ്ട് എന്നുള്ള ഫീൽ ചെയ്യുക. അതിലേക്ക് നമുക്ക് വരാം. ദെൻ വിഷ്വലൈസ് യുവർ ഡ്രീംസ്. വിഷ്വലൈസ് ചെയ്യുക. വിഷ്വലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് മനക്കോട്ട കെട്ടിക്കാണുക, അല്ലെങ്കിൽ സ്വപ്നം കാണുന്നത് പോലെ കാണുക. വിഷ്വലൈസ് ആസ് ഡ്രീം ഓൾറെഡി ഹാപ്പൻഡ്. അതായത് ഓൾറെഡി നമുക്ക് കിട്ടിയ ഫീലില് നമ്മൾ എന്ത് ചെയ്യാം, അത് ഇപ്പൊ ഓൾറെഡി ഇന്ന് രാവിലെ മെഡിറ്റേറ്റ് ചെയ്ത ലീഡേഴ്സിനോടാണ് ചോദിക്കുന്നത്. ഏകദേശം 100+ ലീഡേഴ്സ് ഉണ്ടായിരുന്നു. ഈ 100+ ലീഡേഴ്സിന് ആ ഒരു മെഡിറ്റേഷനിൽ നമ്മുടെ ഒരു വിഷ്വൽ ഇമേജിനെ ക്രിയേറ്റ് ചെയ്ത സമയത്ത് എത്ര പേര് ആ ഹാളിൽ അച്ചീവ്മെന്റ് കിട്ടുന്നത് ഫീൽ ചെയ്തു എന്ന് ജസ്റ്റ് കിട്ടിയവർ മാത്രം ടൈപ്പ് ചെയ്യാമോ? ഇനി കിട്ടാത്തവരുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, യെസ് നോ എന്ന് ടൈപ്പ് ചെയ്യാം. ഓ, എത്രയും പേർക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഗ്രേറ്റ്. വിജയലക്ഷ്മി, സാലിത, പ്രീതി, ഓക്കെ മാം, എല്ലാവർക്കും ഗ്രേറ്റ്. അശോകേട്ടൻ ഓക്കെ, ഐഡിയൽ. ശിവരാമൻ സർ, ഗ്രേറ്റ്. താങ്ക് യു ടു ഓൾ. അതായത് ആ ഒരു വിഷ്വൽ ഇമേജ് നമ്മൾ ഡെയിലി ഒരു 2 times നമ്മൾ കാണാൻ തയ്യാറായാൽ ലൈഫ് ട്രാൻസ്ഫോം ആവും. അതിന് വെറുതെ പറയുന്നതല്ല, അതിന് ഒരു സൈക്കോളജിക്കൽ വശം കൂടി ഉണ്ട്. അല്ലെങ്കിൽ ഒരുപാട് ട്രെയിനേഴ്സിന്റെ ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവർ പറയാറുള്ളത് നിങ്ങൾ സ്വപ്നം കാണുക തന്നെയാണ്. ആ സ്വപ്നം എങ്ങനെ കാണണം എന്നുള്ളതാണ് നമ്മൾ എന്നും രാവിലെ നമ്മുടെ റൈസ് ആൻഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഈ ഒരു സെഷനിലൂടെ, ഒരു മെഡിറ്റേഷനിലൂടെ കിട്ടുന്നത്. അത് എല്ലാവരും കിട്ടുന്നില്ല. തീർച്ചയായിട്ടും വലിയ സ്വപ്നങ്ങളുള്ള ആളുകൾ ഡെഫിനറ്റ്ലി അത് അച്ചീവ് ചെയ്യാൻ ആ ഒരൊറ്റ സാധനം മതി. ദെൻ വിഷ്വലൈസ് ലൈക്ക് എ മൂവി. അതായത് ഇതൊരു സിനിമ പോലെ കാണുക. ആക്ട് ആസിഫ് എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട്. ആക്ട് ആസിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഭിനയിക്കുക. അതായത് ഇന്നിപ്പോ എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ ലീഡേഴ്സിന്റെയും ഒരാഗ്രഹം ഉണ്ടാവും. ആ ഒരു ആഗ്രഹം തീർച്ചയായിട്ടും ഒരു ലക്ഷറി കാർ എടുക്കലാവും. ഓക്കെ, ആ കാർ എടുക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് ഏത് കാറാന്നുള്ളതൊന്ന് ടൈപ്പ് ചെയ്തിട്ട് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാം. ഏത് കാറാണ് നിങ്ങൾക്ക് എടുക്കാൻ ആഗ്രഹമുള്ളത്, നിങ്ങളുടെ സ്വപ്നത്തിലുള്ള ആ ഒരു കാർ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിടാം. ഓക്കെ, സോ ആ ഒരു കാറിന് എന്ത് ചെയ്യാം, ഞാൻ ഓൾറെഡി എടുത്തു എന്ന ഫീലില് നമ്മൾ എന്ത് ചെയ്യുക, യാത്ര ചെയ്യുക. ഓൾറെഡി ഇപ്പൊ ഒരു കാറുള്ള വ്യക്തിയാണെങ്കിൽ ആ കാറിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇരിക്കുന്നത് ആ കാറിലല്ല. അത് എൻ്റെ എക്സ്പീരിയൻസ് എന്നാട്ടോ പറയുന്നത്. അതായത് ഞാൻ സ്വിഫ്റ്റ് കാറിൽ പോകുന്ന സമയത്ത് ഓഡി കാറിൽ പോകുന്ന ഫീലിൽ ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്തതാണ്. ഇനി കാറിൽ ഇല്ല എന്ന് വിചാരിക്കാം, നമ്മൾ യാത്ര ചെയ്യുന്നത് ഓട്ടോയിലാന്ന് വിചാരിക്കാം. നമ്മൾ ഓട്ടോയിലാണ് യാത്ര ചെയ്യുന്നത്. ഈ ഓട്ടോയിൽ യാത്ര ചെയ്യുന്ന സമയത്തും നമ്മൾ ഫീൽ ചെയ്യേണ്ടത്, നമ്മൾ ഇരിക്കേണ്ടത് കാലൊക്കെ കയറ്റി വെച്ചിട്ട് നമ്മൾ ഒരു പറ്റുമെങ്കിൽ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഫീൽ ചെയ്യേണ്ടത് ഞാൻ യാത്ര ചെയ്യുന്നത് എൻ്റെ ലക്ഷറി കാറിലാണ്. കേൾക്കുമ്പോൾ പ്രാന്തായി തോന്നും. ഈ പ്രാന്ത് കാണിച്ചിട്ട് അച്ചീവ് ചെയ്തതിന്റെ എക്സാമ്പിള് വിത്ത് വീഡിയോ അടക്കം ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. വെറുതെ പറയുന്നതല്ല, ഇത് 100% ഗ്യാരണ്ടിയാണ്. ലോകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു 5% ആളുകൾ എടുക്കാം. ഈ 5% ആളുകളിൽ 100% ആളുകളും ഇത് ഫോളോ ചെയ്തവരാണ്. പക്ഷെ 95% ആളുകളും പൊതുവെ ഇത് ഭ്രാന്താണ്, പൊട്ടന്മാരാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കും. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ വന്നതുകൊണ്ട് പോസിറ്റീവ് ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ വന്നു. അല്ലാത്തൊരു കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ബിലീവ് ചെയ്യില്ല, ഒരിക്കലും നമ്മൾ വിശ്വസിക്കാൻ പോകുന്നില്ല. പക്ഷേ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇറ്റ് വിൽ ഹാപ്പൻ. ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. അത് എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ്, എൻ്റെ മാത്രമല്ല എൻ്റെ കുറേ സുഹൃത്തുക്കളുടെ എക്സ്പീരിയൻസ് എന്നും കൂടിയാണ്. ദെൻ വിഷ്വലൈസ് വിത്ത് 5 senses. അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുമല്ലോ, പഞ്ചേന്ദ്രിയങ്ങൾ അറിയാവുന്ന ഒരുപാട് ലീഡേഴ്സ് ഇവിടെ ഉണ്ട്. സോ ഒരുപാട് കാറുകൾ ചാറ്റ് ബോക്സിൽ വന്നു കേട്ടോ. BMW, ബെൻസ്, ലെക്സസ്, ബെൻസ്, മാരുതി സ്വിഫ്റ്റ്, റെഡ്, ഗ്രേറ്റ്. കളറടക്കം കൊടുത്തു. ഇത്രയും പേർക്ക് ഈ ഒരു ലക്ഷ്യമുള്ളൂ. ഓക്കെ, ഗ്രേറ്റ്. എനിവേ 5 senses, അതായത് നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഈ ഒരു ഫീൽ ചെയ്യുക. അപ്പോൾ നമ്മൾ എന്നും രാവിലെ NTMൽ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത്, അതായത് റൈസ് ആൻഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഈ ഒരു സെഷനിൽ രാവിലെ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ ഒരു കാറ് കാണുന്നുണ്ട്.
ആ കാറിൽ നമ്മൾ വെള്ളം കുടിക്കുന്നതും അതുപോലെ പഞ്ചേന്ദ്രിയങ്ങളോടെ യൂസ് ചെയ്യുക, അതിന് ശബ്ദം കേൾക്കുന്നത്, അതുകൊണ്ട് നാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിക്കുന്നതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നതാവാം, വണ്ടിയിൽ ഇരുന്നിട്ടോ വണ്ടിയിൽ വെച്ചിട്ടോ. ഇനി അതേപോലെ തന്നെ ശബ്ദം കേൾക്കുന്നത് പോലെ തന്നെ കണ്ണ് ഓൾറെഡി നമ്മൾ കാണുന്നു, ടച്ച് ചെയ്യുക, അത് ഫീൽ ചെയ്യുക. ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ 5ഉം അത് എന്ത് ചെയ്യണം, അത് ഫീൽ ചെയ്യണം. ഇത് $1 ബില്യൺ സീക്രട്ടാണ്. ഈ ഒരു സീക്രട്ടിന് പറയുന്നത് $1 ബില്യൺ സീക്രട്ടാണ്. കാരണം നമുക്ക് എന്തും അട്രാക്ട് ചെയ്യാൻ കപ്പാസിറ്റി ദൈവം എല്ലാവർക്കും ഒരേപോലെ തന്നിട്ടുണ്ട്. പക്ഷെ കുറച്ചു പേര് ഇത് ബിലീവ് ചെയ്യൂല, കുറച്ചു പേര് ബിലീവ് ചെയ്യുള്ളൂ, കുറച്ചു പേര് ആക്ട് ചെയ്യുള്ളൂ. ഈ ആക്ട് ചെയ്യുന്ന ആളുകൾക്കെല്ലാം സാധ്യമാണ്. ദെൻ റിപ്പീറ്റ് എവറി ഡേ 2 times. 2 വട്ടം ഇത് നമ്മൾ രാവിലെയും വൈകുന്നേരവും ഒരേപോലെ നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ തീരുമാനിച്ചാൽ ലൈഫിൽ ട്രാൻസ്ഫോം. ഓക്കെ, ആർ യു റെഡി? റെഡിയാണോ? ഇത് ചെയ്യാൻ റെഡിയാണോ? വിഷ്വലൈസ് ചെയ്യാൻ റെഡിയാണോ? ഇന്ന് രാവിലെ കേൾക്കുന്നുണ്ട്, 2 നേരം കേട്ടാൽ റിസൾട്ട് കൂടും. അതുകൊണ്ടാണ് രാവിലെ മാത്രം കേട്ടുകൊണ്ട് ഒരു കുഴപ്പമില്ല, ഇനി രാത്രി മാത്രം ആക്കിയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഓക്കെ, എല്ലാവരും റെഡിയാണ്? താങ്ക് യു വെരി മച്ച് ടു ഓൾ. Then verbalize your dreams. Verbalize എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ മിണ്ടാണ്ടിരിക്കാം. പക്ഷെ അതേസമയം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് പേരോട് ആദ്യം പറയാം. ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് പേരോട് പറയാം, ഇതാണ് എൻ്റെ സ്വപ്നം. ഈ സ്വപ്നം കേൾക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരോട് പറയുമ്പോൾ അവരെന്തായാലും അതിന് ഓൾ ദ ബെസ്റ്റ് എന്ന് പറയും. അതേസമയം നമ്മൾ ഒരിക്കലും രക്ഷപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ടാവും, ചിലപ്പോൾ അത് കുറേ പേരുണ്ടാവാം. ഓക്കെ, ആ ആളുകൾ ഡെഫിനറ്റ്ലി അവിടെ കളിയാക്കും, നിന്നെ കൊണ്ടൊന്നും പറ്റൂല എന്ന് പറയും, നീ അത് നിർത്തിക്കുമെന്ന് പറയും. കാരണം എങ്ങാനും രക്ഷപ്പെട്ടു പോയാലും വിചാരിച്ചിട്ട് ആ പരിപാടി നിർത്താനുള്ള പല ബ്ലോക്കിംഗ് അവിടെ ചെയ്യും, വേണമെങ്കിൽ മുട്ടപ്രയോഗം വരെ ചെയ്യും. ഒന്നും പറയാൻ പറ്റില്ല, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നാണ്. എനിവേ, ടെൽ യുവർ ഡ്രീംസ് ടു ലവ്ഡ് വൺസ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരോട് പറയാം. ദെൻ ഏറ്റവും നമ്മുടെ അച്ചീവ്മെന്റ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ടീം അംഗങ്ങളാണ്, അവരോട് അങ്ങോട്ട് അനൗൺസ് ചെയ്യാം. അനൗൺസ് ഇൻ യുവർ ടീം. കാരണം എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാനൊരു സമയത്ത്, ഒരു ഷിഫ്റ്റുള്ള സമയത്ത്, ഒരിക്കലും ലക്ഷറി കാറിനെ പറ്റി ചിന്തിക്കാത്ത ഒരു കമ്മ്യൂണിറ്റി കൂടെയുള്ള സമയത്ത്, ഈ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന്റെ എക്സ്പീരിയൻസിലൂടെ കേട്ടോ, ആ ഒരു സമയത്ത് ഒരു ഓഡി കാർ എടുക്കും. അന്ന് എനിക്ക് ഓഡിയുടെ എംബ്ലവും ഓഡിയുടെ ബ്രാൻഡുകളൊന്നും അറിയില്ല. പക്ഷെ ഞാൻ അന്നൊരു ഡേറ്റ് പറഞ്ഞു, ആ ഡേറ്റിന് ഓഡി കാർ എടുക്കും എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷമാണ് ഞാൻ വണ്ടിയെ പറ്റിയിട്ട് അന്വേഷിക്കാൻ തുടങ്ങിയത്, അതിന്റെ പ്രൈസ് അന്വേഷിക്കാൻ തുടങ്ങിയത്, അതിൻ്റെ ഉള്ളിൽ കയറിയതൊക്കെ. കാരണം ഒരു ഫിലിമിൽ കണ്ടിട്ട് ഇഷ്ടമായതാണ്. പക്ഷെ പിന്നീട് ആ ഡേറ്റ് എത്തുന്നതിന്റെ 1 മാസം മുമ്പ് എന്നിലേക്ക് ആ സാധനം എത്തി. ബിക്കോസ് ഞാൻ അത് അനൗൺസ് ചെയ്തു. എത്ര ആളുടെ മുന്നിൽ? 100 ആളുകളുടെ മുന്നിൽ, 100 മെമ്പേഴ്സിന്റെ മുന്നിൽ, ഐ തിങ്ക് 100ന്റെ അടുത്ത് ലീഡേഴ്സ്. അത് കേൾക്കുന്ന സമയത്ത് 100 പേരുടെ തോട്ടിലേക്ക് ഈ സാധനം കയറണം. അപ്പൊ 1000 പേരുടെ മുന്നിൽ, 10000 പേരുടെ മുന്നിൽ നമ്മൾ പറയാൻ തയ്യാറായാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ചിന്തയിൽ മാത്രമല്ല, ചിലർക്ക് നമുക്ക് കിട്ടണം എന്നാവും ആഗ്രഹം, ചിലർക്ക് നമുക്ക് കിട്ടരുത് എന്നാവും ആഗ്രഹം. പക്ഷെ എന്തായാലും അവിടെ അവരുടെ ചിന്തകളിൽ നമുക്ക് നിറക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ സ്വപ്നങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ വിളിച്ചു പറയാം. അതാണ് വെർബലൈസ് യുവർ ഡ്രീംസ് എന്ന് പറയുന്നത്. എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. ഐ എം ഓഡി കാർ അച്ചീവർ. ഞാൻ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഐ എം ഓഡി Q3 റെഡ് കളർ കാർ അച്ചീവർ പലതവണ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന. അതിന്റെ റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡ്രീം ആൻഡ് ഗോൾ? ഇത് എനിക്ക് ടൈപ്പ് ചെയ്ത് തരാമോ? എന്താണ് ഡ്രീമും ഗോളും തമ്മിലുള്ള വ്യത്യാസം? ഒന്ന് ടൈപ്പ് ചെയ്യാമോ? അറിയാമെങ്കിൽ ടൈപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ അറിയില്ല എന്നുണ്ടെങ്കിൽ നോ ഒന്ന് ടൈപ്പ് ചെയ്താണ്. കുറച്ച് പേര് എന്തായാലും ആക്റ്റീവാണ്, വളരെ സന്തോഷം. കുറെ പേര് ആക്റ്റീവ് അല്ല. ആക്റ്റീവ് അല്ലാതിരുന്നുകൊണ്ട് ചാറ്റിംഗ് അറിയാഞ്ഞിട്ടാണോ? യെസ്. എന്താണ് ഡിഫറൻറ്റ്? അറിയില്ല. അറിയുന്നവരൊന്ന് ടൈപ്പ് ചെയ്യാമോ? യെസ് എന്ന് ആരൊക്കെ അടിച്ചു? വളരെ സിമ്പിളാണ്. ഗോൾ എന്ന് പറയുന്നത് നിങ്ങൾ സ്വപ്നത്തിന് ഡേറ്റ് ഇട്ടാൽ മതി. സ്വപ്നത്തിന് ഡേറ്റ് ഇട്ട അതിന്റെ പേരാണ് ഗോൾ. സ്വപ്നം കാലാകാലം ദിവാസ്വപ്നമായിട്ട് നിലനിൽക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ സ്വപ്നത്തിന് ഡേറ്റ് ഇട്ടാൽ അത് ലക്ഷ്യം ആയി മാറി. ഇത്രേ ഉള്ളൂ. ക്ലിയർ? ചിലർക്ക് ഇത് പുതിയ അറിവാകും, ചിലർക്ക് പഴയ അറിവാകും. പുതിയ അറിവുള്ളവർ യെസ് എനിക്ക് പുതിയ അറിവാന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. ഡ്രീം, ആഗ്രഹം. യെസ്, ആഗ്രഹത്തിന് ഡേറ്റ് ഇടൽ. ഗ്രേറ്റ് സുമേഷ് ജി, താങ്ക് യു. അപ്പൊ ഇത്രേ ഉള്ളൂ.
നമ്മുടെ സ്വപ്നങ്ങൾ എന്തോ ആവട്ടെ, ആ സ്വപ്നത്തിന് ഡേറ്റ് ഇട്ട് വെക്കുക, അതിന് ഗോളായി. ഇഫ് യു ഡോണ്ട് ഹാവ് ഗോൾ